അസാധ്യ ടേസ്റ്റിൽ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാം. 1 കിലോ ചിക്കൻ കഴുകിയെടുക്കാം. 1/2 സ്പൂൺ പെരുംജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവ എടുക്കാം. 1/2 മുറി തേങ്ങ നന്നായി ചിരകിയെടുക്കാം. ഇപ്പോൾ തേങ്ങ ചുരണ്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതിൻ്റെ അടിഭാഗത്തുള്ള ആ കറുത്ത നിറം അധികം ചുരണ്ടിയെടുക്കുന്നില്ല. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പെരുംജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവ ഒന്ന് ചൂടാക്കിയെടുക്കാം. പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്ത് ചെറിയൊരു ബ്രൗൺ നിറം വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതെല്ലാം ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലാണ്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തുടർച്ചയായി ഇളക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ചെയ്ത് വരുന്നതിനായി നമുക്ക് തുടർച്ചയായി ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും എന്ന് മാത്രമല്ല, നമ്മുടെ തേങ്ങ ഫ്രൈ ആയി വരുന്നതിന് മുൻപേ തന്നെ കറിവേപ്പിലയാണ് ആദ്യം ഫ്രൈ ആയി കിട്ടുക. കറിവേപ്പില ഫ്രൈ ആയി നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ തേങ്ങയും ഏകദേശം ഫ്രൈ ആയിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ തേങ്ങ ഏകദേശം ബ്രൗൺ നിറത്തിലെത്തിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി കുറച്ചധികം മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ആദ്യം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഏറ്റവും കുറഞ്ഞ തീയിലാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മസാല കരിഞ്ഞു പോവുകയും സ്വാദ് മസാലയുടെ ഒരു കയ്പ്പ് രസത്തിലേക്ക് മാറുകയും ചെയ്യും. നമ്മുടെ തേങ്ങാ ഫ്രൈയും മസാലയും റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. 3 മീഡിയം സൈസ് സവാള, നന്നായി പഴുത്ത 2 തക്കാളി എന്നിവ ചെറുതായി മുറിച്ചെടുക്കാം. 5 പച്ചമുളക് നെടുകെ കീറിയെടുക്കാം. 10 അല്ലി വെളുത്തുള്ളി, 3 ഇഞ്ച് നീളമുള്ള ഇഞ്ചി എന്നിവ ചതച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ചതച്ചെടുക്കേണ്ടത്. ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ മസാല ചൂട് മാറിയിട്ടുണ്ട്. ഇത് മിക്സിയിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുക്കാം. അല്പം വെള്ളം മാത്രം ചേർത്താണ് ആദ്യം അരച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം കുറച്ച് വെള്ളം ചേർത്തപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ഗ്ലാസ് കൂടെ വെള്ളം ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ച് വെച്ചിരിക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും ഇട്ടതിന് ശേഷം ഒരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നന്നായി വഴറ്റിയെടുക്കണം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് നീര് വറ്റി കിട്ടും. നമ്മളിപ്പോൾ കുറഞ്ഞ തീയിൽ ഏകദേശം ഒരു 15 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാള ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കണം. അഞ്ച് മിനിറ്റ് വഴറ്റിയതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി, ഉള്ളി എന്നിവ ഏകദേശം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം.
തക്കാളിയിലെയും ഉള്ളിലെയും എണ്ണ തെളിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി മിക്സിയുടെ ജാറിലുണ്ടായിരുന്ന ബാക്കി അരപ്പ് അല്പം വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ മസാല നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇപ്പോൾ കുറച്ചിട്ടാൽ മതിയാകും. പിന്നീട് ചിക്കൻ കറി ആയതിനു ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഉപ്പ് നന്നായി വഴറ്റി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. മസാല നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ അല്പാൽപമായി ചേർത്ത് കൊടുക്കാം. വറുത്തരച്ച ചിക്കൻ കറിക്ക് ഇരട്ടി സ്വാദ് കിട്ടണമെങ്കിൽ നാടൻ കോഴി ഉപയോഗിച്ച് ചിക്കൻ കറി ഉണ്ടാക്കണം. നമ്മൾ മുഴുവനായും ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല വരുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചാൽ മതി. അതിനുശേഷം അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ചിക്കൻ കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് അതിലോട്ട് 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ തൂവി കൊടുത്തതിന് ശേഷം കറി ചട്ടി 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത ഉടനെ വഴറ്റിയെടുക്കരുത്. അടച്ചു വെച്ച് 5 മിനിറ്റിന് ശേഷം തുറന്ന് ചിക്കൻ കറി നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് കറിവേപ്പിലയുടെ മണം നമ്മുടെ കറിയിലേക്ക് പരക്കുന്നതാണ്. കറിവേപ്പില നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. വറുത്തരച്ച ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. ചോറ്, ദോശ, ചപ്പാത്തി, അപ്പം എന്നിവയ്ക്കെല്ലാം നല്ല കോമ്പിനേഷനായി ഈ വറുത്തരച്ച ചിക്കൻ കറി ഉപയോഗിക്കാവുന്നതാണ്.